പത്തനംതിട്ടയിൽ മുടിവെട്ടിയത് ശരിയായില്ലെന്ന് ആരോപിച്ച് വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്തു നിർത്തിയ സംഭവം ഉണ്ടായി ഇന്നലെ. ഇതിൽ വിദ്യാർത്ഥി സംഘടന വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. അടൂർ ഹോളി ഏഞ്ചൽ സ്കൂളിലേക്ക് ASF പ്രവർത്തകർ പ്രതിഷേധം നടത്തി. നമുക്ക് ആദ്യ ദൃശ്യങ്ങളൊന്ന് കാണാം. എന്തിനു വേണ്ടിയാണ് ഈ പ്രശ്നം എന്നുള്ളതാണ്. മുടി വെട്ടിയത് ശരിയായില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്തു നിർത്തിയത്. CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, നമ്മുടെ പ്രവേശനോത്സവം വളരെ കെങ്കേമമായിരുന്നു. നമ്മുടെ ഓരോ കാര്യത്തിലും മുഖ്യമന്ത്രി നേരത്തെ തന്നെ വാർത്താ സമ്മേളനം നടത്തി സ്കൂൾ തുറക്കാൻ പോകുന്നതിനെ പറ്റി പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒന്നാമത് തന്നെയാണ്. ആ തരത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ചർച്ച ചെയ്യാതെ പോകാനും പറ്റില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം വീണ്ടും ഉയർത്തി കാണിക്കുകയും ചെയ്തത്. ഇന്നലെ എന്താണ് ഉണ്ടായത്? ഇപ്പോൾ സ്കൂളിന്റെ ഒക്കെ വിശദീകരണം ഏത് തരത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു? വിദ്യാർത്ഥി പ്രതിഷേധം എങ്ങനെയാണ് അവസാനിക്കുന്നത്? പക്ഷേ സ്കൂളിൽ കുട്ടികളുടെ യൂണിഫോം, ക്ലാസ്സിലെ പൊതുവായ അച്ചടക്കം എന്നിവ സംബന്ധിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുട്ടികളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പോ അതല്ലെങ്കിൽ കേരളത്തിൽ മറ്റേതെങ്കിലും വകുപ്പുകളോ ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചതായി അറിയുകയില്ല. അതേസമയം സ്വന്തം നിലയിൽ സ്കൂളുകൾ, പ്രത്യേകിച്ച് അൺഎയ്ഡഡ് സ്കൂളുകൾ ഇത്തരത്തിൽ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും നിർദ്ദേശങ്ങൾ അധ്യാപകരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും അടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ തന്നെ മലയാളം സംസാരിച്ചതിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുകയും പുറത്ത് നിർത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയുടേതും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ പല കോണുകളിലും സമാനമായ ഒരു സാഹചര്യം എന്നുള്ള തരത്തിലേക്കാണ് വിദ്യാർത്ഥി സംഘടന അടക്കം ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളിൽ ഒന്നായ AISF ഇന്ന് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. വിദ്യാർത്ഥിയുടെ ഹെയർ സ്റ്റൈൽ കണ്ടപ്പോഴും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അച്ചടക്കത്തിന് വിരുദ്ധമായ ഒരു രൂപത്തിൽ തലമുടി വെട്ടി എന്ന് കാണാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. വിദ്യാർത്ഥിയുടെ തലമുടി ഇടത് സൈഡിലേക്ക് ചരിച്ച് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. ഒപ്പം തന്നെ മുൻവശത്തെ മുടിക്ക് നീളം കൂടുതലും രണ്ട് വശത്തെയും പിന്നിലെയും മുടിയുടെ നീളം കുറച്ചുമെന്നുള്ള രീതിയിലാണ് മുടി വെട്ടിയിട്ടുള്ളത്. സാധാരണ ഒരു ഫാഷണബിൾ എന്നുള്ള നിലയിൽ അതിനെ കാണാനും കഴിയുകയില്ല. എന്നാൽ ഇത് പൊതുവായ ഒരു അച്ചടക്കത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ശാന്തൻ്റെ പ്രതികരണം. അദ്ദേഹം പറയുന്നത് കുട്ടിയുടെ മുടി, അതല്ലെങ്കിൽ കുട്ടികളുടെ പൊതുവായ മുടി, ആൺകുട്ടികളുടെ മുടിയുടെ നീളം പരമാവധി കുറച്ച് വെട്ടണമെന്നുള്ളതായിരുന്നു നിർദ്ദേശമായി കഴിഞ്ഞ ദിവസം സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുൻപായി ഒരു അധ്യാപകൻ രക്ഷിതാക്കളുടെ ഗ്രൂപ്പിൽ ഇട്ടത്. എന്നാൽ കുട്ടി തൊട്ട് തലേദിവസം മുടി വെട്ടുകയും അതേസമയം തന്നെ മുടിയുടെ നീളം കൂടിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ് ആക്ഷേപമായി പറയുകയും ഇത് ഡ്രിൽ വിഷയവുമായി ബന്ധപ്പെട്ട അധ്യാപകൻ്റെ ശ്രദ്ധയിൽ പെടുകയും അദ്ദേഹം കുട്ടിയെ ക്ലാസ്സിന് പുറത്ത് വിളിച്ചു നിർത്തുകയുമാണ് ഉണ്ടായത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രമായി ഉണ്ടായ സംഭവമല്ല, മറിച്ച് മുടി നീട്ടി വളർത്തിയ കുട്ടികളും മുടി വെട്ടിയത് ശരിയായില്ല എന്ന് തരത്തിൽ ആരോപണം നേരിടുന്ന മറ്റ് ഏതാനും വിദ്യാർത്ഥികൾക്കും സമാനമായ സ്ഥിതി ഉണ്ടായി. സ്കൂളിൽ ഷൂസ് ധരിച്ചുകൊണ്ട് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന മാനദണ്ഡം ലംഘിച്ച് ചെരുപ്പിട്ടുകൊണ്ട് വന്ന ചില വിദ്യാർത്ഥികൾക്ക് നേരെയും ഇന്നലെ അച്ചടക്ക നടപടി ഉണ്ടായിരുന്നു. എല്ലാവരെയും പ്രിൻസിപ്പലിൻ്റെ ഓഫീസിന് പുറത്തേക്ക് നിർത്തുകയാണ് ഉണ്ടായത്. ഈ പ്രസ്തുത വിദ്യാർത്ഥി പെരിങ്ങനാട് സ്വദേശിയായിട്ടുള്ള ആൾ 9ാം ക്ലാസ്സുകാരനാണ്. 1ാം ക്ലാസ് മുതൽ ഈ സ്ഥാപനത്തിൽ പഠിച്ചു വരുന്ന ആളുമാണ്. മാത്രമല്ല ഇന്നലെ രക്ഷിതാവിൻ്റെ ഫോൺ നമ്പർ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും വാങ്ങിയാണ് സ്കൂൾ അധ്യാപകർ രക്ഷിതാവിനെ ജോലി സ്ഥലത്തു നിന്നും വിളിച്ച് സ്കൂളിലേക്ക് വരുത്തുന്നത്. പിഴവ് പറ്റിയെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി രക്ഷിതാവ് വീണ്ടും ജോലി സ്ഥലത്തേക്ക് പോയെങ്കിൽ പോലും കുട്ടിയെ വീണ്ടും ഏറെക്കുറെ 1.5 മണിക്കൂർ സമയത്തോളം പുറത്ത് നിർത്തി എന്നുള്ളതാണ് ഉച്ചയ്ക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ രക്ഷിതാവ് വന്നപ്പോൾ മനസ്സിലാക്കിയത്. ഇതാണ് വിഷയത്തിനിടയാക്കിയത്. അധ്യാപകരുമായി അദ്ദേഹം കയർത്ത് സംസാരിച്ചു. അങ്ങനെ CWCയുടെയും ബാലാവകാശ കമ്മീഷൻ്റെയും ശ്രദ്ധയിലേക്ക് വിവരം കൊണ്ടുവന്നു. മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്ക് ഇൻഫർമേഷൻ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് എത്തുകയും ഈ വിഷയം പൊതു സമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. മറ്റൊന്ന്, അധ്യാപകൻ ആദ്യഘട്ടത്തിൽ മൗനം പാലിച്ചെങ്കിൽ വിദ്യാർത്ഥിയും രക്ഷിതാവും തുറന്ന് സംസാരിക്കാൻ, മാധ്യമങ്ങൾക്ക് മുൻപായ വിഷയം അവതരിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി ഈ വിഷയം പോലീസിൻ്റെ ശ്രദ്ധയിൽ വന്നതോടുകൂടി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പിന്നീട് പ്രിൻസിപ്പളും രക്ഷിതാവും കുട്ടി പുറത്തു നിർത്തി ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായി എത്തിയ KSU പ്രവർത്തകരുമായി ഒരു കൂടിയാലോചന നടത്തി. പിഴവ് സമ്മതിച്ചു
അധ്യാപകരും അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരും എന്നുള്ളതാണ് ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന രക്ഷിതാവ് പ്രതികരിച്ചത്. സമാനമായ നിലയിലുള്ള പ്രതികരണം പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. സ്കൂളിൻ്റെ പൊതുവായ അച്ചടക്കം ലംഘിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിക്കെതിരെ ശിക്ഷണ നടപടികൾ ഉണ്ടായത് എന്നുള്ളതാണ് പ്രിൻസിപ്പലിൻ്റെ വിശദീകരണം. പിഴവ് ഏതെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ടു പോകാനുള്ള നടപടികൾ ഭാവിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് പ്രതിഷേധവുമായി എത്തിയത് AISF പ്രവർത്തകരാണ്. സ്കൂളിൻ്റെ പൊതുവായ അച്ചടക്കത്തിന് വിപരീതമായി ഒരു കുട്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രവേശനോത്സവ ദിവസം തന്നെ കുട്ടികളെ 3 മണിക്കൂർ സമയത്തോളം ക്ലാസ്സിന് പുറത്തു നിർത്തിയ അശിക്ഷണ രീതി ശരിയല്ല എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനയുടെ നിലപാട്. ഇന്ന് രാവിലെ 3 മണിക്കൂർ നേരമാണ് കുട്ടികളെ പുറത്തു നിർത്തിയത് സ്കൂളിൽ നിന്നും. അതിലാണ് ഇന്നിപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മുടെ പ്രവേശനോത്സവമായി ഇതാ 2ാമത്തെ ദിവസമാകുന്നേ ഉള്ളൂ. ഇതിനിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളാണ് തീരുന്നില്ല. കണ്ണൂർ ഈ വിഷയത്തിന്മേൽ നമുക്കൊപ്പം പ്രതികരിക്കാനായി, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനായി അതിഥിയായി P. ഹരിഗോവിന്ദും നമുക്കൊപ്പം ചേരുന്നുണ്ട്. മറ്റൊരു വിഷയത്തിൽ കൂടി നമ്മൾ പോവുകയാണ്. കണ്ണൂർ പയ്യന്നൂരിൽ ബസിന്റെ ഫീസ് അടയ്ക്കാത്തതിന് വിദ്യാർത്ഥിയെ സ്കൂൾ വാഹനത്തിൽ നിന്നും ഇറക്കി വിട്ടതായിട്ടുള്ള പരാതി ഉയരുകയാണ്. പയ്യന്നൂർ തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം സ്കൂൾ ബസ്സിൽ കയറിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. രാവിലെ സ്കൂൾ വാഹനത്തിലെത്തിയ വിദ്യാർത്ഥി വൈകുന്നേരം തിരിച്ചു പോകാനായി കയറിയപ്പോൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ഇസ്മായിൽ കുട്ടിയെ അപമാനിച്ചതായിട്ടുള്ള പരാതികളൊക്കെ ഉയർന്നു വരികയാണ്. ഇതിൽ കൂടുതൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നതാണ് കുടുംബം പറയുന്നത്. ഫെലിക്സ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി കണ്ണൂരിൽ നിന്നും. ഫെലിക്സ്, ഈ സ്കൂൾ ബസ്സിന്റെ പൈസ അടച്ചില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു ആദ്യത്തെ സംഭവമൊന്നും അല്ല ഇത്. പലപ്പോഴായി ഇങ്ങനത്തെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇതും പക്ഷേ ആദ്യ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായിരുന്നു പ്രശ്നം? ഇതിലെന്ത് വിശദീകരണമാണ് സ്കൂൾ അധികൃതർ നൽകുന്നത്? ഈ പരാതിയുമായി കുടുംബം മുന്നോട്ട് പോകുന്നുണ്ടോ? ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. സ്കൂൾ തുറന്ന ദിവസം, അതായത് വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോയതിന് ശേഷം തിരികെ വരാൻ സ്കൂൾ ബസ്സിൽ കയറി. ആ സമയത്താണ് സ്കൂൾ ബസ്സിൽ കയറിയ സമയത്ത് ഈ ഇസ്മയിൽ എന്ന വ്യക്തി നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല, അതുകൊണ്ട് ബസ്സിൽ കയറാൻ കഴിയില്ല എന്ന് പറയുകയും കുട്ടിയെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് ഇറക്കുകയും പിന്നീട് ഈ ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുകയും ചെയ്തു. അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു, ആ റൂമിൽ കൊണ്ട് നിർത്തി എന്നതാണ് ഈ പിതാവിൻ്റെ പരാതി. മാത്രമല്ല, ഈ ഇസ്മയിൽ എന്ന വ്യക്തി കുട്ടിയോട് വളരെ മോശമായി സംസാരിച്ചു, അത്രയും കുട്ടികൾക്കിടയിൽ വെച്ച് അങ്ങനെ സംസാരിച്ചു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. അത് മുഖ്യമന്ത്രിക്കടക്കം ഈ പരാതി പിതാവ് നൽകി. 12 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ പോലീസ് അടക്കം ഈ സ്കൂളിൽ വരികയും അധ്യാപകരോട് ഈ വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തു. അധ്യാപകർ ഇതിന് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: ഈ സ്കൂൾ ബസ്സുമായി ബന്ധപ്പെട്ട അധ്യാപകർക്ക് അതിൽ പങ്കില്ല. സ്കൂൾ മാനേജ്മെൻറ്റാണ് ഈ സ്കൂൾ ബസ്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധിയാണ് ഇസ്മയിൽ എന്ന വ്യക്തി ബസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നോക്കി നടത്തുന്നത്. ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. ആ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എങ്കിൽ ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഇപ്പോൾ സ്കൂൾ അധ്യാപകർ ഇപ്പോൾ മാനേജ്മെൻറ്റിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതാണ് ഇപ്പോൾ സ്കൂളിൻ്റെ വിശദീകരണം. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. മാനേജ്മെന്റ് തീരുമാനമെടുക്കേണ്ടതെന്നുള്ള വിശദീകരണത്തിലേക്ക് സ്കൂൾ അധികൃതർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും ഈ കുട്ടികളോട് ഇത്തരത്തിലുള്ള ക്രൂരത എങ്ങനെ കാണിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. P. ഹരിഗോവിന്ദൻ റിട്ടയർഡ് അധ്യാപകനാണ്, നമുക്കൊപ്പം അദ്ദേഹം തത്സമയം ചേരുകയാണ്. ശ്രീ ഹരിഗോവിന്ദൻ സർ, നോക്കൂ, ഇവിടെ ഈ 2ാമതും 3ാമതും നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ ആദ്യം സൂചിപ്പിച്ച പ്രശ്നം, ഒരു പോക്സോ കേസ് പ്രതി സ്കൂളിലെത്തി കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രമാത്രം അധപതിച്ച ഒരു രീതി അതെങ്ങനെ സ്വീകരിക്കാനാകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അയാളെ വേദിയിലേക്ക് വിളിച്ചിരുത്തുന്നത്? അധ്യാപകർ പറയുന്നത് ഞങ്ങളല്ല അവിടെ സമ്മാനം കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള കുട്ടികൾക്ക് ഈ പഠനോപകരണങ്ങൾ കൈമാറാൻ കൊണ്ടുവന്നിട്ടുള്ള സംഘടനയുടെ ആൾക്കാരാണ് ഇയാളെ കൊണ്ടുവന്നതെന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ അങ്ങനെ ഒരു വിശദീകരണമാകുന്നു എന്നുള്ളതാണ്. വളരെ ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ് ആ വിദ്യാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് മാനസികമായ പ്രയാസം ഉണ്ടാകാതിരിക്കാനാണ് പ്രവേശനോത്സവങ്ങൾ തന്നെ ആരംഭിച്ചിട്ടുള്ളത്. ആ പ്രവേശനോത്സവം എങ്ങനെ നടത്തണം, നടത്തിപ്പിനെ കുറിച്ച് അന്ന് രാവിലെയല്ല, സ്കൂൾ തുറക്കുന്നതിന് എത്രയോ മുമ്പ് SSയുടെ ആളുകൾ, അധ്യാപക രക്ഷാകർതൃ സമിതി, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഒക്കെ കൂടി നമ്മൾ പ്ലാൻ ചെയ്യും. ഇപ്രാവശ്യം പുതിയ ഡാൻസ് വരെ പ്ലാൻ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടാണല്ലോ ഒരാളെ ക്ഷണിക്കുക. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു എന്ന് പറയുന്നുണ്ട്, അവർക്ക് എന്തും ചെയ്യാമെന്നൊരു സ്വാതന്ത്ര്യം വിദ്യാലയത്തിൽ അനുവദിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാവുന്ന കാര്യമല്ല.
അവിടെ വിദ്യാഭ്യാസ അധികൃതർക്ക് അതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ പ്രവേശനോത്സവം എങ്ങനെ നടത്തണം, എന്തെല്ലാം എങ്ങനെയൊക്കെയാണ് നടത്തിയിരിക്കേണ്ടത് എന്ന് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിട്ടാണ് സാധാരണ പ്രവേശനോത്സവം നടത്താറുള്ളത്. ഇവിടെ ഇത്തരത്തിലുള്ളൊരു വ്യക്തിയെ കൊണ്ടുവന്ന് അദ്ദേഹം പറഞ്ഞ ക്ലാസ്സുകളും വിവരങ്ങളൊക്കെ അറിയാലോ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി നമ്മുടെ മക്കൾ മാറുകയാണ്. അതിന് പ്രചോദനമേകുന്ന ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യമുള്ള ആളുകൾ അറിഞ്ഞിട്ട് പോലും അവരെ വിദ്യാലയത്തിനകത്ത് കൊണ്ടുവന്ന് ഇത്തരത്തിൽ പരിപാടിക്ക് നേതൃത്വം നൽകാൻ ആ വിദ്യാഭ്യാസ അധികൃതർ, വിദ്യാലയത്തിന്റെ അധികാരി പറഞ്ഞ പ്രധാന അധ്യാപകൻ തന്നെയാണ് സർക്കാർ. ക്രിമിനലാണ്, ഒരു പോക്സോ കേസിലെ പ്രതിയാണ്, അയാളെയാണ് വിളിച്ചിരുത്തുന്നത്. ഓക്കെ, ഏതെങ്കിലും ഘട്ടത്തിൽ അയാൾ ആരെങ്കിലും അവിടെ കൊണ്ടുവന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം ഒരു നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ട് അധ്യാപകർ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൂടിയാണ്. ഞാൻ പറഞ്ഞ അധ്യാപകർ മാത്രമല്ല, അധ്യാപക രക്ഷാകർതൃ സമിതി അവിടെ ഉണ്ടല്ലോന്ന്. ഈ പരിപാടി ഒരു പാഠപുസ്തകം വിതരണം ചെയ്യാൻ ഒരാൾ സ്പോൺസർ ചെയ്തു. ആ സ്പോൺസർ ചെയ്ത ആൾ എങ്ങനെയുള്ള ആളാണ്, എന്താണ് അവരുടെ താല്പര്യം, എന്താണ് നമുക്കറിയാം. അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ വിദ്യാഭ്യാസ വർഷ ആരംഭത്തിൽ കുട്ടികളെല്ലാം സന്തോഷത്തോടു കൂടി വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശനോത്സവം സർക്കാർ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നടത്തുന്നതും വിദ്യാഭ്യാസ അധികൃതർ നോക്കേണ്ടതാണ്. ഇതില് വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാർക്കും ആ വിദ്യാലയത്തിലെ അധ്യാപകർക്കും കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. അവരത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ കുറിച്ച് തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ കൊണ്ടുവന്ന് നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ തന്നെ നേരത്തെ പുസ്തകങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നുള്ളത് നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. അതിനുള്ള ആളുകളൊക്കെ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ സൊസൈറ്റികൾ മുഖേന പാഠപുസ്തകങ്ങളും നോട്ട് പുസ്തകങ്ങളും ഒക്കെ നേരത്തെ എത്താറുണ്ട്. അതൊക്കെ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം വിദ്യാഭ്യാസ വകുപ്പിനല്ലേ? അതിനോട് നടപടി ചെയ്യണ്ടേ? വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വളരെ ഗുരുതരമായ കൃത്യവിലോപം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് മാതൃകാപരമായി ശിക്ഷ നടത്തി ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നെ മറ്റു രണ്ട് വിഷയങ്ങൾ ഇതുപോലെ തന്നെയാണ്. നമ്മുടെ കുട്ടിക്ക് പ്രയാസമുണ്ടാകാത്ത രൂപത്തിൽ നമുക്ക് എങ്ങനെ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കാം, വിദ്യാലയങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് പണ്ടത്തെ പോലെ കൂടുതൽ കുട്ടികളില്ല, നമുക്ക് വളരെ കുറച്ച് കുട്ടികളെ ഓരോ വീട്ടിലും ഉള്ളൂ. ആ കുട്ടികളെ പൊന്നുപോലെയാണ് രക്ഷിതാക്കൾ വളർത്തുന്നത്. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് രക്ഷിതാക്കളോടാണ് സംസാരിക്കേണ്ടത്. കുട്ടികളെ മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന ഒരു നടപടിയും ഒരു അധ്യാപകന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അധികൃതരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ നമുക്ക് വിമർശന വിധേയമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വിദ്യാഭ്യാസ അന്തരീക്ഷം, വിദ്യാലയ അന്തരീക്ഷം സുഗമമായി കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമഗണനീയമായി ചെയ്യേണ്ട കാര്യങ്ങൾ. ഇവിടെ അധ്യാപകർക്ക് അത് സർക്കാർ നോക്കുന്നില്ല എന്നൊരു പരാതിയും ഞാൻ ഉന്നയിക്കുകയാണ്. സർക്കാർ ആ കാര്യത്തെക്കുറിച്ചും വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് അനുഭവിക്കേണ്ടവരല്ലല്ലോ ഒരിക്കലും കുട്ടികൾക്ക് അതിന്റെ ഉത്തരവാദിത്വം അവരുടെ മേൽ ചാരേണ്ടതോ അത് അവർ ഏറ്റെടുക്കേണ്ടതോ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഇവിടെ തന്നെ നോക്ക്, എന്തു പറഞ്ഞായിട്ടായിരിക്കും ഈ മുകേഷ് എം നായരെ, അയാൾക്കൊരു എന്തായാലും ഒരു അഭിസംബോധന കൊടുക്കണമല്ലോ, കുട്ടികളോട് സംസാരിക്കാൻ അയാളെ കൊണ്ടുവരുമ്പോൾ അതെന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രമേൽ അശ്ലീലം നിറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടന്റുകൾ പ്രചരിപ്പിച്ച് അതിലൂടെ ലൈക്കും ഷെയറും വാങ്ങുന്ന ഒരാൾ, അതിനപ്പുറത്തേക്ക് ഒരു പോക്സോ കേസ് പ്രതി കൂടിയായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാളെ എന്ത് വിളിച്ചായിട്ടായിരിക്കും ഈ അധ്യാപകർ അയാളെ സ്റ്റേജിലേക്ക് വിളിക്കുകയും നോക്കുക, അയാളിൽ നിന്ന് കുട്ടികൾ സമ്മാനം ഏറ്റുവാങ്ങിയാണ് ചിരിച്ചുകൊണ്ട്. ചിലർ ആ കുട്ടികളിൽ പലർക്കും അയാൾ അറിയുണ്ടാവില്ല, അതിനുശേഷമായിരിക്കും അയാളെ ഒരുപക്ഷെ തെരഞ്ഞു നോക്കിയിട്ടുണ്ടാവുക. അന്നേരവും ഈ ഒരാളിൽ നിന്നാണ് അവരൊരു പക്ഷേ ജീവിതത്തിൽ ആദ്യത്തെയൊക്കെ പുരസ്കാരമൊക്കെ വാങ്ങുന്ന കുഞ്ഞുങ്ങളായിരിക്കും, അവരതൊക്കെ കൈപ്പറ്റുകയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. ആ വിദ്യാഭ്യാസ അധികൃതർ തന്നെയാണ് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുള്ളത്. എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അധ്യാപക ദിനാഘോഷത്തിൽ കേരളത്തിലെ എല്ലാവർക്കും വിദ്യാലയങ്ങളിൽ കയറി അധ്യാപകരോട് സംസാരിക്കാം, കുട്ടികളോട് സംസാരിക്കാം എന്നൊരു ഉത്തരവ് സർക്കാർ ഇറക്കിയപ്പോൾ അന്ന് അതിനെതിരെ ശക്തമായി പ്രതികരിച്ച ഒരാളാണ് ഞാൻ. വിദ്യാലയത്തിനകത്ത് ആര് സംസാരിക്കണം, വിദ്യാലയത്തിനകത്ത് ആരാണ് പ്രസംഗിക്കേണ്ടത്, ഇതിനൊക്കെ ആസ് പെർ KEL നിയമങ്ങളുണ്ട്. അതനുസരിച്ചുള്ള ആളുകൾ മാത്രമേ കുട്ടികളോട് സംസാരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ആളുകൾ സ്കൂളിൽ കയറാൻ ഞങ്ങൾ തടയുമെന്നു പറഞ്ഞു. പ്രിയമുള്ളവരെ, അന്ന് സർക്കാർ അത് ആ ഉത്തരവ് പിൻവലിച്ച് അനുകൂലമായ ഉത്തരവുണ്ടാക്കിയ കാര്യം ഞാൻ ഓർമ്മ വരികയാണ്. വിദ്യാഭ്യാസ അധികൃതർ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. വിദ്യാഭ്യാസ വർഷം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ ആരംഭിക്കുന്ന ദിവസം തന്നെ ഇത്രയും അധികം പരാതികൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വളരെ നിഷ്ക്രിയമായി ഏകപക്ഷീയമായി പല കാര്യങ്ങളും ചെയ്യാണ്. അതിന്റെ ഫലമായി ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇതെല്ലാം എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പോൾ എല്ലാം റീലുകളിലൂടെയാണ്. പ്രവേശനോത്സവം തന്നെയാണെങ്കിലും ആ സ്കൂളിനെ പറ്റി, അധ്യാപകരെ പറ്റി, സ്കൂളിന്റെ മറ്റ് അക്കാഡമിക് നിലവാരത്തെ പറ്റിയൊക്കെ റീലിലൊക്കെ ഇങ്ങനെ നമ്മുടെ സിനിമകളും മറ്റുമൊക്കെ നിറഞ്ഞുകയാണ്. അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസിനെ വെച്ചുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക,
ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് കുട്ടികൾക്ക് ഉദാത്തമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള മാതൃക കാണിക്കാൻ നമ്മുടെ അധ്യാപകരുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ സമൂഹത്തിൽ മികവ് പുലർത്തിയിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകളുമുണ്ട്. ഒരു കാലഘട്ടത്തിൽ അവരെയൊക്കെ ക്ഷണിച്ച ഇടത്തേക്ക്, അവരൊക്കെ സംസാരിച്ച് കുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിക്കുന്ന ഇടത്തേക്കാണ് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ക്ഷണിക്കുന്നത്. ഇത്തരം റീലുകളിലൂടെ നമ്മുടെ സ്കൂളിനെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ അഡ്രസ് ചെയ്യുന്ന അതെ, ആ മാറ്റം അതത്ര നല്ലതാണ്. ഈ സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായ ഈ കാലഘട്ടത്തിൽ AI-യുടെ കടന്നു വരവും ഒക്കെ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് അതിന്റെ അതിർവരമ്പ് നിശ്ചയിക്കേണ്ടത് വളരെ അതിക്രമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് റീലിലൂടെ വരുന്നത്. സഭ്യേതരം എന്ന് പറഞ്ഞാൽ തന്നെ പറയാൻ പാടുള്ളൂ എന്ന സംശയം. ഏതാ സഭ്യേതരം എന്ന രൂപത്തിൽ ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയാണ്. പുരോഗമനം എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ വല്ലാതെ വഷളാക്കുന്ന തരത്തിലുള്ള പല റീലുകളും പല പ്രവർത്തനങ്ങളും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ഇതിനെ നിയന്ത്രിക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ അതിന് ഒരു വളരെ നല്ല ഒരു ചർച്ച നടത്തുകയും ഇതിന്റെ ആളുകളുമായി സംസാരിച്ച് അതിനൊരു മാനദണ്ഡം നിശ്ചയിക്കുകയും അങ്ങനെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളെ ആകർഷിക്കാവുന്ന അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികൾ മൂല്യബോധമുള്ള ഒരു തലമുറ ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അതിനൊക്കെ പര്യാപ്തമാണ് നമ്മുടെ അധ്യാപകർ. അവർ പരിശീലനം കഴിഞ്ഞവരാണ്, അവർ സൈക്കോളജി പഠിച്ചിട്ടുള്ളവരാണ്. ആ അധ്യാപകരെ തന്നെ വേണ്ടവണ്ണം ഉപയോഗിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതും ഒരു പരാതിയായി പറയാനായി അവസരം വിനിയോഗിക്കുകയാണ്. ശരി, ഒരുപാട് നന്ദി ശ്രീ ഹരിഗോവിന്ദൻ സംസാരിച്ചതിന്. സ്വാഭാവികമായിട്ടും നല്ല മാറ്റങ്ങൾ വേണ്ടതാണ്. കാലത്തിനനുസരിച്ചുള്ള കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ എല്ലാ ഇടങ്ങളിലും വേണം. പക്ഷെ ആ മാറ്റങ്ങൾ ശരിയായ രീതിയിലാണോ എന്നുള്ളത് അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പിൽ ബന്ധപ്പെട്ടവരും മന്ത്രിയും ഒക്കെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ചു വരുത്തുന്നതിലൂടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിലൂടെ കുട്ടികളോട് ഇപ്പോഴും ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചൊക്കെ അറിഞ്ഞ പോലെ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കുട്ടികളോട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആ രീതിക്കാണ് മാറ്റം വേണ്ടത്. നമ്മുടെ കുട്ടികളെ നന്നായി അവരെ പഠിപ്പിക്കുക, അവർ പഠിച്ചു വളരുക എന്ന് പറയുമ്പോൾ നല്ലത് കണ്ട് നല്ലത് അനുഭവിച്ചാണ് വളരുകയും ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ശീലങ്ങൾ, ശൈലികൾ അവസാനിപ്പിച്ചേ മതിയാകൂ എന്നുള്ളത് മാത്രമല്ല, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെയും വകുപ്പിന്റെയും ഉത്തരവാദിത്വം കൂടിയാണ്.